എം ടിക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ വിജയരാഘവൻ, എങ്ങനെയാണ് എം ടിയെ ഏറ്റവും അടുത്ത് കാണുകയും അടുത്തിടപെടുകയും ചെയ്യാൻ അവസരം ലഭിച്ചൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് എം ടി അനുസ്മരിക്കുന്നത്? എം ടിയെ നമുക്ക് ഇവിടെ എല്ലാവരും പ്രകാശിപ്പിച്ചൊരു വികാരമുണ്ടോ. എം ടി എല്ലാവരുടെയും ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഓരോ മലയാളിക്ക്. എം ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഒരു നന്മയുള്ള മനസ്സുള്ള ഒരു മലയാളിക്ക് നാം ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കാനാവില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്ത്, ആ എഴുത്ത് നമ്മളെല്ലാവരെയും വായിക്കാനും ചിന്തിക്കാനും പ്രചോദിപ്പിച്ചതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എം ടി നമ്മുടെ അരികിലുണ്ട്. ഇപ്പോൾ എം ടിയുടെ നോവലുകൾ, അതുപോലെ തന്നെ നമുക്ക് മലയാളിയുടെ സ്വന്തമായ ഓണപ്പതിപ്പുകൾ, വിഷുപ്പതിപ്പുകൾ എന്നൊക്കെ പറയുന്ന പതിപ്പുകൾ വരുമ്പോൾ എം ടി അതിലുണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. എന്താണ് എം ടി എഴുതാൻ പോകുന്നത്, എന്താണ് എം ടി പറയാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്ക് എം ടിയെ നമ്മളിങ്ങനെ ഒപ്പം കൊണ്ടു നടക്കുകയാണ് ശരാശരി മലയാളി. സ്വാഭാവികമായിട്ടും എഴുത്തിൻ്റെ കൃതഹസ്തത എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആ എഴുത്തിലേക്കുള്ളൊരു വഴിയുണ്ട്. എഴുത്തിലേക്കുള്ള വഴിയിൽ അനുഭവങ്ങളുടെ കൂട്ട് എം ടിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ട്. അതിനേക്കാളുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വിശാലമായ വായനയുടെ അംശങ്ങൾ വളരെയേറെയുണ്ട്. വിശ്വസാഹിത്യം വായിക്കാതെ നിങ്ങൾക്ക് നല്ല സാഹിത്യം എഴുതാനാവില്ല. അവിടെയാണ് എം ടി വ്യത്യസ്തനാവുന്നത്. എം ടി എപ്പോഴും വിശ്വസാഹിത്യ മേഖലയിലെ നമ്മൾ കാണാത്ത പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ പലപ്പോഴും എം ടിക്ക് യാത്രക്കിടയിൽ പല ആളുകളും എം ടിക്ക് പുസ്തകങ്ങൾ കൊടുത്തയച്ചത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോംബെയിൽ എം കെ നായരുണ്ടായിരുന്നു. എപ്പോൾ എം കെ നായരെ നമ്മൾ കാണുമ്പോഴും എം കെ നായർ എം ടിക്ക് പുസ്തകങ്ങൾ കൊടുത്തായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടാത്ത പുസ്തകങ്ങൾ ബോംബെയിലെ പുസ്തകശാലകളിൽ നിന്ന് തേടിപ്പിടിച്ച് എം ടിക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ പല സ്ഥലത്തുള്ള അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ എം ടിക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ലോകത്തെപ്പോഴും ഈ പുസ്തകങ്ങളുടെ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കണ്ടുപോകണം. കേവലം ഭാഷയുടെ മേഖലയിൽ മാത്രമല്ല, ഭാഷ, ശാസ്ത്രം, അങ്ങനെ പുതിയ 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 രീതിയിലുള്ള എഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായ AI ടെക്നോളജി ഊന്നിക്കൊണ്ടുള്ളൊരു പുസ്തകം ഈയിടെ വരികയുണ്ട്. അങ്ങനെ ഓരോ മാറ്റത്തെയും നമ്മൾ ലോകത്തിൻ്റെ ഓരോ ചലനങ്ങളെയും മാറ്റങ്ങളെയും പുസ്തകങ്ങൾ പ്രതിപ്രവർത്തിക്കുന്നത്. എം ടിയുടെ ഒരു ഗുണം, എം ടി പുതിയ മാറ്റങ്ങളുടെ പുസ്തകങ്ങളെ നന്നായിട്ട് തേടിപ്പിടിച്ച് വായിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ രചനകളിലേക്ക് എം ടി പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എം ടിയുടെ പുസ്തകങ്ങളുടെ വ്യത്യസ്തത വരുന്നത്. അതുകൊണ്ടാണ് ഓരോ കാലത്തിനും എം ടി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അത് ഈ മാറ്റത്തിന് അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം വലിയ വായനക്കാരനായതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഏറ്റവും വലിയ വായനക്കാരനായ എഴുത്തുകാരൻ അത് എം ടി വാസുദേവൻ നായരാണെന്ന് എൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, അതുല്യനായ സംഘാടകനാണ് എം ടി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എം ടിയുടെ സംഘാടന വൈഭവമാണ് ഈ തുഞ്ചൻപറമ്പ്. സംഘാടക വൈഭവമാണ് അവിടെ. ആ സംഘാടനത്തിൽ വളരെ സമർപ്പിതമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ അവാർഡ് തുകകളും പോയത് തുഞ്ചൻ സ്മാരകത്തിലേക്കാണ്. അദ്ദേഹം എത്ര പണമാണ് അവിടെ ചിലവാക്കിയതെന്ന് ഒരു കണക്ക് പുസ്തകത്തിനും എം ടി എഴുതി പിടിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധനാഭിമുഖ്യമൊന്നും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും തൻ്റെ ഒരു പങ്ക് തുഞ്ചൻ സ്മാരകത്തിൽ ചിലവഴിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, യാചിച്ച് നിൽക്കുന്ന എം ടി ഞാൻ കണ്ടു ഒരുപാട് സന്ദർഭത്തിൽ. കാരണം അത് മെച്ചപ്പെടുത്തണം, ആ സ്മാരകം മെച്ചപ്പെടുത്തണം എന്നുള്ളതിന് പലർക്കും അതിൽ മറ്റു പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ എം ടി തുഞ്ചൻ സ്മാരകത്തോട് ചെയ്ത് നമുക്ക് ചിന്തിക്കാനാവാത്ത ആത്മാർത്ഥത. ഇങ്ങനെ ഒരാൾക്ക് മലയാള ഭാഷയെ സ്നേഹിക്കാനാകുമെന്നും പൊതു ഇടപെടലുകളിൽ സമർപ്പിതമായി പ്രവർത്തിക്കാനാകുമെന്നും തെളിയിച്ചതാണ് എം ടിയുടെ ആ ഭാഗം. മൂന്നാമത് എം ടിയിലെ ആക്ടിവിസ്റ്റാണ്. എം ടിയിലെ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കുലർ ആവുക എന്നുള്ളതാണ്. സെക്കുലർ എന്നതിൻ്റെ പൂർണ്ണതയാണ് എം ടിയുടെ വീക്ഷണം. ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ മുന്നിൽ ഒരു തരി ഞാൻ കീഴടങ്ങില്ല എന്നുള്ള ഏറ്റവും ധീരമായ പ്രഖ്യാപനം നടത്തിയ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. നമ്മളത് മനസ്സിലാക്കണം. ഈ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ തല ഉയർത്തിപ്പിടിച്ച് ഞാനിതിനെതിരാണ് എന്ന് പറയുന്നത് വേറെ ആരുണ്ട് നമുക്ക്? അതാണ് എം ടിയുടെ നഷ്ടത്തിൽ ഇവിടെ ഇല്ലാതാവുന്നത്.
ഞാൻ ആരിലും കണ്ടിട്ടില്ല. ഇത്രയും ഒരുപാട് ആളുകളുണ്ട്, നമ്മളെല്ലാം അതിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ ഇത്രയും കരുത്തോടു കൂടി ഇത്രയും വലിയ വലിയ ശക്തികളുടെ മുന്നിൽ ഇല്ല. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ ഊട്ടിയുറപ്പിച്ച സൗഹൃദത്തിൻ്റെ മേലെ ഒരു തരി മണ്ണിടാൻ അനുവദിക്കുകയില്ല എന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ ഏറ്റവും നല്ല ആക്ടിവിസ്റ്റായിരുന്നു. വലിയ സംഘർഷങ്ങളാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ വന്ന അക്രമങ്ങളുടെ അളവെത്രയാണ്? കേരളത്തിലെ ഏത് സാഹിത്യകാരനാണ് മതനിരപേക്ഷതയെ പരിരക്ഷിക്കാൻ വേണ്ടി ഇത്ര പരിക്കേറ്റിട്ടുള്ളത്? ഒരാളുമില്ല. അതാണ് എം ടിയുടെ കരുത്ത്. എം ടിയുടെ ആക്ടിവിസം അവിടെയാണ്. ഇന്ത്യയുടെ സെക്കുലറിസത്തെ രക്ഷിക്കുക എന്നുള്ള പ്രക്രിയയിൽ സാഹിത്യകാരന് പങ്കുണ്ട് എന്ന് എല്ലാ ദിവസവും രാവിലെ മൈക്കെടുത്ത് പ്രസംഗിക്കുകയല്ല എം ടി ചെയ്ത്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രയോഗം കൊണ്ട് ആ വലിയ ഹിന്ദുത്വ എന്നുള്ള നമ്മുടെ സമൂഹത്തിന് നിരക്കാത്ത പ്രത്യയശാസ്ത്രത്തോടുള്ള കടുത്തുറ്റ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടാണത് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ നിലയിൽ ആക്ടിവിസം എന്നതിന് മറ്റൊരു തരത്തിലല്ല, കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന്, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ തകർക്കാനുള്ള ഒരു പരിശ്രമത്തിനും കയ്യൊപ്പ് വയ്ക്കാത്ത എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അങ്ങനെ ആരുണ്ട്? അവിടെയാണ് ഞാൻ മറ്റുള്ളവരൊന്നും ചെറുതാക്കിയെന്ന് എൻ്റെ താല്പര്യമില്ല. പക്ഷേ എം ടി അവിടെ വളരെ കൃത്യമാണ്. എൻ്റെ കയ്യൊപ്പ് ഒരിക്കലും ഈ നാട്ടിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനെതിരായി പതിക്കാനുള്ള കയ്യൊപ്പല്ല തൻ്റെത് എന്നും എം ടി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം വാക്കുകൾ എം ടി പൊതുവേദികളിൽ പ്രസംഗിക്കാറ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ കരുത്തനാവുന്നത്. അതുകൊണ്ട് കർമ്മനിരതയിൽ എപ്പോഴും ആ നിരന്തരമായ കർമ്മണ്യത നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ എഴുത്തിൻ്റെ രചനാതന്ത്രങ്ങളെ നമ്മുടെ മലയാളിയുടെ വായനയെ പ്രചോദിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയ പാത്രസൃഷ്ടികളിൽ എപ്പോഴും മനുഷ്യപക്ഷത്തിന് ഊന്നൽ നൽകിയ, നമ്മുടെ കാലത്തിൻ്റെ ഒഴുക്കിനേക്കാൾ വേഗതയിൽ സഞ്ചരിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ്റെ വിയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. മരത്തിൽ നിന്ന് ഇലകൾ നഷ്ടപ്പെട്ട വൃക്ഷശിഖരം പോലെയാണ് ഇപ്പോഴത്തെ കേരളം. തീർച്ചയായിട്ടും മലയാളിക്കത് വളരെ വേദനാജനകമാണ്. പക്ഷേ നമുക്ക് ഇനിയും നല്ല തളിരുകളുണ്ടാവും എന്ന് കരുതാം. എം ടി ബാക്കി വെച്ചിടത്തു നിന്ന് പുതിയ തളിരുകൾ വളരുകയും പൂക്കുകയും ചെയ്യട്ടെ. എം ടി ബാക്കി വെച്ചെടുത്ത് നിന്ന് മലയാളി മുന്നോട്ട് പോകട്ടെ, മലയാള സാഹിത്യം മുന്നോട്ട് പോകട്ടെ എന്നാണ് എ വിജയരാഘവൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്.